ഐലൻഡ് നിർമ്മിച്ചപ്പോൾ മെയിനായിട്ടുള്ള ഉദ്ദേശം ഒരു തുറമുഖം നിർമ്മിക്കുക എന്നുള്ളതായിരുന്നുവെങ്കിലും നമുക്ക് 3 കാര്യങ്ങൾ അദ്ദേഹത്തിന് ഡിസൈനിൽ ഒന്ന് കൊച്ചിയുടെ പ്രധാനപ്പെട്ട തുറമുഖമാണ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കൊച്ചിയുടെ പ്രധാനപ്പെട്ട സീപോർട്ടാണ്. അതുപോലെ ഇതിനകത്തൊരു വലിയൊരു എയർപോർട്ടുണ്ട്, ഒരു വിമാനത്താവളം ഈ ഐലൻഡിനകത്ത്. നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ വിമാനത്താവളത്തിൽ വരുന്നതിന് മുമ്പ് പ്രവർത്തനം ആരംഭിച്ചിരുന്ന ഒരു വിമാനത്താവളം ഇപ്പോഴും അതിനുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കുന്ന ആൾക്കാർ സോഷ്യൽ മീഡിയാസിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കംപ്ലീറ്റ് വീഡിയോസ് ഗൂഗിളിൽ അവൈലബിൾ ആണ്. നമ്മുടെ ഭാഗത്ത് സോഷ്യൽ മീഡിയാസിൽ നമ്മൾ ഫോണിൽ ത്രൂ പോസ്റ്റ് ചെയ്തു. കയ്യിൽ വെക്കണം. നിങ്ങളുടെ ഇടത്ത് വശത്ത് കാണുന്ന കവരത്തി എന്ന് പറയുന്ന കപ്പലാണ്. ലക്ഷദ്വീപിൽ ക്ലാസിക്കുന്ന സമയത്ത് പോകുന്ന കപ്പലാണ്. ഇവിടെ നിന്നാണ് ലക്ഷദ്വീപ് കപ്പലുകളൊക്കെ പുറപ്പെടുന്നത്. ഇവിടെ ആ കവരത്തി, അതുപോലെ ലക്ഷദ്വീപ് സി, അറേബ്യൻ സി, MV, നെഗോൺസ്, MV, കോണൽസ് എന്നൊക്കെ പറയുന്ന കപ്പലുകൾ ഇവിടെ മത്സരം ലക്ഷദ്വീപിലേക്ക് പോകുന്നുണ്ട്. ഈ കിടക്കുന്നത് പെന്നാ സിമെൻറ്റ് ക്യാരി ചെയ്യുന്ന ഒരു ക്യാരിയറാണ്. ഇവിടെ ഒരുപാട് സിമെൻറ്റുകളുടെ സൈലോണുകളാണ്. പെന്നാ സിമെൻറ്റ്, അൾട്രാടെക് സിമെൻറ്റ്, അതുപോലെ സുമാരി സിമെൻറ്റ് തുടങ്ങിയ ഒരുപാട് സിമെൻറ്റുകളുടെ പാക്കിംഗ് സെഷൻ, പാക്കിംഗ് എന്ന് പറയുകയാണ്. അതുപോലെ ഓൾ കേരള ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് ഈ ഭാഗത്ത്. അപ്പോൾ നിങ്ങളുടെ ഇടത്ത് വശത്ത് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇന്ത്യസ് ഫസ്റ്റ് മാൻ മെയ്ഡ് ഐലൻഡ് എന്ന് വിളിക്കുന്ന ഒരു സ്ഥലമാണ്. ഐലൻഡാണ്. ആദ്യത്തെ 100% മനുഷ്യനിർമ്മിതമായിട്ടുള്ള ദ്വീപാണ് വില്ലിംഗ്ടൺ ഐലൻഡ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വില്ലിംഗ്ടൺ ഐലൻഡാണ്. റൈറ്റ് സൈഡിൽ പോകുന്ന ഡ്രഡ്ജറാണ്, മണ്ണുമാന്തി കഥയാണ്. പെട്ടെന്ന് പോരും. സെൻറ്ററിലേക്ക് നിൽക്കണേ. അങ്ങനെ ഒരു സൈഡിലേക്ക് വരരുത്, സെൻറ്ററിലേക്കണേ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഡാൻസ് ചെയ്യാം. അപ്പോൾ സമയം ഒട്ടും കളയണ്ട.
നമുക്ക് അടിച്ചു പൊളിയുള്ള സമയത്തുള്ള നമ്മളിപ്പോൾ സമയം എത്രയായി 11:55. നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്ത തോന്നിക്കുക 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്തില്ല. 11:55 1 മണിക്കൂർ തീർന്നു. അതായത് ഒരു തേങ്ങയുടെ അരമുറി തേങ്ങ തീർന്നു, ഇനി അരമുറി കൂടി ബാക്കിയുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് നാടൻപാട്ട് ഇഷ്ടമാണോ? കലാപം മനുഷ്യന് ഇഷ്ടമാണോ? നമുക്ക് അവിടെ നിന്ന് നമുക്ക് കൊടുത്താം, അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. അവിടെ നിന്നൊരു പാട്ട്, നമുക്ക് കലാപം മനുഷ്യൻ്റെ നാടൻ പാട്ട് പാടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിൽക്കുന്ന ആൾക്കാർ വെറുതെ നിൽക്കരുത് കേട്ടോ. വെറുതെ നിൽക്കുന്ന ആൾക്കാർ കൈ അടിച്ചുകൊണ്ട് നിൽക്കരുത്. കൈ അടിച്ചു കഴിഞ്ഞാൽ ഡാൻസ് ചെയ്യാം. റെഡി? ആർ യു റെഡി? ആർ യു റെഡി? ആർ യു റെഡി? തനിച്ചിരിക്കണ നേരത്ത് അടുത്ത് വന്നവനാരാണ്, അവനരികിൽ ചൊന്ന കാര്യമെന്താണ്? വെയിൽ കൊള്ളണ നേരം മഴ തരുന്നവനാണ്, മൈനക്ക് നിലകൊന്നേ ഇളമാനിനേക്കാൾ നീളമുള്ള കണ്ണ്. വനത്തിരിക്കണ കുഞ്ഞോളെ തിരികൊഴിക്കണ മുത്തോളെ വഴിയരികിൽ കൂട്ടു നിൽക്കണ പൊന്നാളെ. തനിച്ചിരിക്കണ നേരത്ത് അടുത്ത് വന്നവനാരാണ്, അവനരികിൽ ചൊന്ന കാര്യമെന്താണ്? നമ്മുടെ കാശ് നമ്മുടെ സമയം നമ്മുടെ സന്തോഷം. തേലടി ചെറുതാരിലക്കിളി പലിരിലക്കിളി കാവലക്കിളിയെ ഇനി ഞാൻ നിനക്കൊരു മാലയെ കൊണ്ട് അവനരികിൽ ചൊന്ന കാര്യമെന്താണ്? Ready? जब खाता नहीं था ये पाँव मेरे तो अभी तीर से जब चलना आता नहीं था। नशों की मस्ती है मेरी जवानी में, मेरे हुस्न वाली है। ओ ये हो मेरी हार, ओ ये हो मेरी जीत, ओ यही मेरे गीत। तो चुनो नाचो और मेरे साथ I am a disco dancer. I am a disco dancer.
disco dancer. Disco, alright. Disco, oh yeah. Disco, alright. Disco. की हस्ती है, की मस्ती है, सुबह की जवानी, पास मिलते हैं ऐसी जवानी जैसे मिले हाथ पानी। इस सॉन्ग में क्यों मैं मरूं? എൻ്റെ ഫോണിൽ ഞാൻ യൂസ് ചെയ്യുന്നത് 4 ഡിജിറ്റ് പാസ്വേഡാണ്. 4 ഡിജിറ്റ് പാസ്വേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്ത് ഈ 4 ഡിജിറ്റ് എൻ്റെ 4 ഡിജിറ്റ് നമ്പർ അറിയാമോ? താങ്കളുടെ ഫസ്റ്റ് 4 ഡിജിറ്റ് വെച്ചിട്ട് എൻ്റെ ഫോൺ ലോക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. ഇല്ല, നമുക്ക് ഞാൻ ഇവിടെ നിൽക്കാൻ പറഞ്ഞ കാരണം എന്തൊരു കണക്ഷൻ തോന്നിയില്ല. അത് വിളിച്ചു, എൻ്റെ ഫോണിൽ വിളിച്ചു. ഓക്കെ, ഒന്ന് അതിനകത്ത് ഫസ്റ്റ് 4 ഡിജിറ്റ് നിങ്ങളുടെ പാസ്വേഡിൻ്റെ ഫസ്റ്റ് 4 ഡിജിറ്റ് ടൈപ്പ് ചെയ്യും. ഓപ്പൺ ആണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഓപ്പൺ ചെയ്ത് ഓപ്പൺ ആകും. എന്തുകൊണ്ടാണ് താങ്ക് യു സോ മച്ച്. ഇവിടെ പാട്ടെന്ന് പറഞ്ഞില്ലേ, ആരാ പെട്ടെന്ന് വന്നാൽ നമുക്കൊരു പാട്ട് കേൾക്കാം. പെട്ടെന്ന്
താങ്ക് യു സോ മച്ച്. നമുക്ക് സീറ്റിലേക്ക് ഇരിക്കാം. ഇനി നിങ്ങൾക്ക് ഫീഡ്ബാക്ക് പറയാനുള്ള അവസരമുണ്ട്. ഒരു വോട്ട് ഓഫ് താങ്ക്സ്, ഒരു എക്സ്പീരിയൻസ് ഷെയറിങ്, എന്ത് വേണമെങ്കിലും ആവാം. ആർക്ക് വേണമെങ്കിലും വന്ന് സംസാരിക്കാം. ഒരു 2 വാക്കുകൊണ്ട് നല്ല വാക്ക് സംസാരിച്ചിട്ട് പോകട്ടോ. ആരാണ് ആദ്യം വരാൻ പോകുന്നത് ഫീഡ്ബാക്കിന് വേണ്ടി ഒരു ഫീഡ്ബാക്ക് പറയാൻ? സ്നേഹം നിറഞ്ഞ പാസഞ്ചേഴ്സ്, എന്തായാലും നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെൻ്റെ ഒരു ഫസ്റ്റ് ജേർണി ആയിരുന്നു. സാഗറിനാണെങ്കിൽ ആദ്യമായിട്ടാണ് യാത്ര ചെയ്തത്. താങ്ക് യു സോ മച്ച്. സി യു അഗൈൻ ആൻഡ് അഗൈൻ ആൻഡ് അഗൈൻ ആൻഡ് അഗൈൻ. താങ്ക് യു. അടുത്ത പ്രാവശ്യം നിങ്ങൾ വരുമ്പോൾ ഉണ്ടാവും എന്നറിയില്ല. ഞങ്ങൾക്ക് വേറെ ഉണ്ടാവും.